ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡാ എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് MCA. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ്. ഫസ്റ്റ് തന്നെ അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന അൽഗോരിതം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. അൽഗോരിതം ഈസ് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ യൂസ്ഡ് ടു സോൾവ് ദ പ്രോബ്ലം ഓർ കംപ്ലീറ്റ് എ ടാസ്ക്. അത് അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്. ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവും. ദ ക്യാരക്ടറിസ്റ്റിക്, അടുത്തത് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഏതാണ്? ഇൻപുട്ടാണ്. ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ അൽഗോരിതം ടേക്ക് 0 ഓർ മോർസ്റ്റ് ഇൻപുട്ട്. അതായത് ഒരു അൽഗോരിതത്തിന്റെ ഇൻപുട്ട് എന്തായിരിക്കും? ഒന്നെങ്കിൽ 0 ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് 2 നമ്പർ ഓഫ് അഡീഷൻ, 2 നമ്പർ ആഡ് ചെയ്യാൻ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ 2 നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട്. ആൻ അൽഗോരിതം പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 1 ഔട്ട്പുട്ട്. ഏതൊരു അൽഗോരിതവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഔട്ട്പുട്ട് തന്നെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും. മോർ ദാൻ ഔട്ട്പുട്ട് വരാം, അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം എത്ര എണ്ണം വരിക? ഒരെണ്ണമായിരിക്കും വരിക. അതായത് എക്സാമ്പിൾ ദ സം ഓഫ് 2 നമ്പേഴ്സ് തന്നെയാണ്. നോക്കി, ഒരു 2 നമ്പറിന്റെ സം എന്ന് പറയുമ്പം 2 + 3 എത്രയാണ്? 5 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? 5 ആണ്. ഇനി ഡിഫൈനൈറ്റീസ്. എവറി സ്റ്റെപ്പ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഓരോ സ്റ്റെപ്പും ക്ലിയറും അതുപോലെ എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി തരുന്ന സ്റ്റെപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫൈനിറ്റീസ്. ദീസ് ഷുഡ് നോ കൺഫ്യൂഷൻ. അതായത് നമുക്ക് ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് മനസ്സിലാക്കി തരുവാണെങ്കിൽ നമുക്ക് പിന്നെ എന്താ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. ഇനി ഫൈനൈറ്റ്സ്. ഫൈനൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അൽഗോരിതം മസ്റ്റ് ഫിനിഷ് ആഫ്റ്റർ എ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അതായത് കുറച്ച് നമ്പർ ഓഫ് സ്റ്റെപ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത് ഫിനിഷാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ, പിന്നെ അത് റൺ ചെയ്യില്ല. അതായത് കുറച്ച് ഇപ്പം എത്രയാണോ സ്റ്റെപ്പ് ഒരു അൽഗോരിതത്തിന്റെ, ആ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പം അത് സ്റ്റോപ്പ് ആവും, പിന്നെ റൺ ചെയ്യില്ല. അതിനാണ് ഫൈനൈറ്റ്സ് എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എവറി സ്റ്റെപ്പ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് പോസിബിൾ ടു പെർഫോം. അതായത് ഓരോ സ്റ്റെപ്പും എങ്ങനെയായിരിക്കും? സിമ്പിൾ ആയിരിക്കും, അതേപോലെ തന്നെ അത് പെർഫോം ചെയ്യാൻ പോസിബിളും ആയിരിക്കും. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഈസി ടു എക്സിക്യൂട്ട്. ഓരോ ഇൻസ്ട്രക്ഷൻസും എന്താണ്? ഭയങ്കര ഈസി ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ, അതായത് അൽഗോരിതം എങ്ങനെ എഴുതേണ്ടതെന്ന് ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 നമ്പർ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെയാണ് നമ്മൾ എന്താ പറഞ്ഞത്? അൽഗോരിതത്തിന് ഒരു സ്റ്റാർട്ടും എൻഡും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് എന്ന് കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ കൊടുത്തേക്കുന്നത്? റീഡ് 2 നമ്പേഴ്സ് A and B. തേർഡ് സ്റ്റെപ്പ് എന്താ? ആഡിന് എന്താണ്? സം എന്ന് പറഞ്ഞു കൊടുത്തു. സമ്മിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് പറഞ്ഞാൽ A+B. ഇപ്പൊ സം =A+B എന്ന് കൊടുത്തു. ഫോർത്ത് വൺ സം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, അപ്പൊ ഡിസ്പ്ലേ സം എന്ന് കൊടുത്തു. ഫിഫ്ത്ത് വൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഫസ്റ്റ് നമുക്ക് നോക്കാം. സ്പേസ് കോംപ്ലക്സിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് മെമ്മറി ആൻഡ് അൽഗോരിതം നീഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി. ഓക്കെ, ഒരു അൽഗോരിതത്തിന് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ ആ റാമിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് എ പ്രോഗ്രാം യൂസ് മോർ വേരിയബിൾ ഓർ അറേ ഇറ്റ് നീഡ് മോർ മെമ്മറി. അതായത് ഒരുപാട് വേരിയബിളും അറേയും നമ്മൾ യൂസ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ്? മെമ്മറി കൂടുതലായിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ ടൈം കോംപ്ലക്സിറ്റി ആണ്. ടൈം കോംപ്ലക്സിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം ആൻഡ് അൽഗോരിതം ടേക്ക് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ഫാസ്റ്റർ അൽഗോരിതം ഹാസ് ലോവർ ടൈം കോംപ്ലക്സിറ്റി. അതായത് അൽഗോരിതം ഫാസ്റ്റ് ആണെങ്കിൽ എന്താണ്? കോംപ്ലക്സിറ്റി ഭയങ്കര കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. പെർഫോമൻസ് ഇവാലുവേഷൻ ചെക്ക് ഹൗ എഫിഷ്യൻറ്റ് ആൻ അൽഗോരിതം ഈസ്. ഒരു അൽഗോരിതം എഫിഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പെർഫോമൻസ് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത്. ഈ പെർഫോമൻസ് ഇവാലുവേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫേസസ് ആണുള്ളത്. എ പ്രയോറി എസ്റ്റിമേറ്റ്, അതായത് പെർഫോമൻസ് അനലൈസ് എന്നാണ് അതിൻ്റെ ഒരു പേര്. അടുത്തത് എ പോസ്റ്റീരിയറി ടെസ്റ്റിംഗ്, പെർഫോമൻസ് മെഷർ ചെയ്യുക. ഈ 2 ഫേസും അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പിന്നെ വരുന്ന സ്ലൈഡിൽ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഇനി വീണ്ടും നമ്മൾ ബാക്ക് ടു സ്പേസ് കോംപ്ലക്സിറ്റിയിലേക്ക് വരുവാണ്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു അൽഗോരിതത്തിന് എത്ര ടൈം വേണം ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മെമ്മറീനെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഒരു അൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടിയെടുക്കുന്ന ആ ഒരു മെമ്മറീനെ, ടോട്ടൽ മെമ്മറീനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റിയുടെ ഫോർമുലയുണ്ട് S(p)(c+sp) എന്നാണ്. ഈ എക്സാമിനൊക്കെ വരുമ്പം ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്ത് ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം ഈ ഫോർമുലയൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താ നോക്കാം. SOP എന്ന് പറഞ്ഞ് ടോട്ടൽ സ്പേസ് റിക്വയർഡ്, അതായത് എത്ര സ്പേസ് ആണോ ആവശ്യം അതിനാണ് SOP എന്ന് പറയുന്നത്. സി എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് സ്പേസ് ആയിരിക്കും, അതായത് ഒരു കോൺസ്റ്റന്റ് മെമ്മറി ആയിരിക്കും ഇത് സി എന്ന് വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എസ് പി എന്ന് വെച്ചാൽ വേരിയബിൾ സ്പേസ്, അതായത് നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൽ എത്ര വേരിയബിൾസ് ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് എന്ത്? SP എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്പേസ് കോംപ്ലക്സിറ്റിയുടെ കമ്പോണന്റ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ കമ്പോണന്റ് എന്ന് പറയുമ്പം ഏതാണ്? നമ്മുടെ ഈ ഫോർമുലയിൽ വരുന്ന ആണ് ഓരോ കമ്പോണന്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ആണ് ഫിക്സഡ് പാർട്ടാണ്. ഫിക്സഡ് പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് സി എന്ന് പറഞ്ഞിട്ടാണ്. സി എന്ന് വെച്ചാൽ എന്താണ്? മെമ്മറി ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ഇൻപുട്ട് സൈസ്. ഇൻപുട്ട് സൈസ് എത്രയാണോ അതനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല ഈ മെമ്മറി. ഫിക്സഡ് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഫിക്സഡ് ആയിരിക്കും. അതാണ് ഇറ്റ് ഓൾവേസ് സെയിം, എപ്പോഴും എന്താണ്? സെയിം ആയിരിക്കും. ഈ ഫിക്സഡ് പാർട്ടിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണെന്ന് നോക്കാം. ഓക്കെ, പ്രോഗ്രാമിന്റെ കോഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു മെമ്മറി, പിന്നെ എന്നാ ഫിക്സഡ് സൈസ് ആയിട്ടുള്ള വേരിയബിൾസ്, അതായത് പൈയുടെ അതിലൊക്കെ എന്താ ഫിക്സഡ് ആണ് 3.14 എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ഫിക്സഡ് സൈസ് വേരിയബിൾസ്. അതുപോലെ തന്നെ കോൺസ്റ്റൻസ്, ഇതൊന്നും എന്താണ്? ഒരിക്കലും മാറില്ല. അതിൻ്റെ ഇതെന്താണ്? അത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെമ്മറി യൂസ്ഡ് ഫോർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിൽ മെമ്മറി എത്രയാണോ യൂസ് ചെയ്യുന്നത് അതാണ് ഇത് ഫിക്സഡ് പാർട്ടിലുള്ളത്. ഇനി സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ പാർട്ടാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് SP എന്നാണ്. മെമ്മറി ദാറ്റ് ചേഞ്ചസ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻപുട്ട് സൈസ്. അതായത് ഇൻപുട്ട് സൈസ് എത്രയാണോ അതനുസരിച്ച് മെമ്മറീസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് മെമ്മറി എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻപുട്ട് സൈസിനെ ആയിരിക്കും. ഇതിനകത്ത് വേരിയബിൾ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറേ ഓർ ലിസ്റ്റ് ഹോൾ സൈസ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻപുട്ട്, അല്ലെ? അറേയുടെ അല്ലെങ്കിൽ ലിസ്റ്റിന്റെ ഒക്കെ എന്താണ്? സൈസ് ഇൻപുട്ടായിട്ട് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. പിന്നെ ഡൈനാമിക് മെമ്മറി ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. പിന്നെ റിക്കർഷൻ സ്റ്റാക്ക് മെമ്മറി ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. ഓക്കെ, എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലാർജ് അറേ നീഡ് മോർ മെമ്മറി, അല്ലേ? ഒരു അറേയുടെ സൈസ് ഒരു 1000 ആണെങ്കിൽ അതിനെന്താണ്? 1000 മെമ്മറി സ്പേസ് വേണം. ഓക്കെ, നെക്സ്റ്റ് ഫോർമുല എക്സ്പ്ലനേഷൻ നമ്മൾ ഒന്നുകൂടി ഒന്ന് എഴുതുന്നുള്ളൂ. SOP എന്ന് പറയുമ്പം ടോട്ടൽ സ്പേസ് ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ ഫിക്സഡ് സ്പേസ്, SP എന്ന് പറയുമ്പോൾ വേരിയബിൾ സ്പേസ്. അങ്ങനെ നമ്മൾ വീണ്ടും കൊടുത്തേക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ പ്രോഗ്രാം യൂസ് 20 KB ഫോർ കോഡ് ആൻഡ് ഫിക്സഡ് വേരിയബിൾ, അതായത് 20 KB ആണ് ഞാൻ കോഡിനും അതുപോലെ ഫിക്സഡ് വേരിയബിളിനും കൊടുക്കുന്നത്. 50 KB ഫോർ ഇൻപുട്ട് അറേ, വേരിയബിൾ സ്പേസ്, അതായത് ഇൻപുട്ട് അറേക്ക് 50 KB കൊടുത്തു. അപ്പൊ SOP എന്ന് പറയുമ്പോൾ എന്നാ 20 KB പ്ലസ് 50 KB, അപ്പൊ 17 KB ആണ് എന്ത്? ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇനി ഹൗ ടു അനലൈസ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതം എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അതിന്റെ ഡെഫിനേഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. അൽഗോരിതം അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഹൗ മച്ച് ടൈം ആൻഡ് മെമ്മറി ആൻ അൽഗോരിതം നീഡ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്ര ടൈം വേണം, എത്ര മെമ്മറി വേണം, ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? അൽഗോരിതം അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് us കമ്പയർ ദ ഡിഫറെന്റ് അൽഗോരിതം ആൻഡ് ചൂസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ്. ഈ അൽഗോരിതം അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പല പല അൽഗോരിതംസ് നമുക്ക് കമ്പയർ ചെയ്യാനും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏതാണ് ചൂസ് ചെയ്യാനും പറ്റും. ഈ അൽഗോരിതം അനാലിസിസ് എന്ന് പറഞ്ഞ ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡൊണാൾഡ് ന്യൂത്ത് എന്ന് പറഞ്ഞ ആളാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ വൈ അനലൈസ് ആൻ അൽഗോരിതം. എന്തുകൊണ്ടാണ് നമ്മൾ അൽഗോരിതം അനാലിസിസ് യൂസ് ചെയ്യുന്നത്? അത് നമുക്കിപ്പോൾ ഈ ഡെഫിനിഷൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് എന്താണ്? ടു എസ്റ്റിമേറ്റ് ദ എക്സിക്യൂഷൻ ടൈം. എക്സിക്യൂഷൻ ടൈം എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ അൽഗോരിതം അനാലിസിസ് യൂസ് ചെയ്തത്? ടു എസ്റ്റിമേറ്റ് ദ മെമ്മറി ഓർ സ്പേസ് റിക്വയർഡ്. ഒരു മെമ്മറി എത്ര വേണം അല്ലെങ്കിൽ ഒരു സ്പേസ് എത്ര വേണം എന്നുള്ള എസ്റ്റിമേഷൻ എടുക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അൽഗോരിതം അനാലിസിസും കൊണ്ട് യൂസ് ചെയ്യുന്നത്. ടു ചൂസ് ദ ബെസ്റ്റ് അൽഗോരിതം ഫോർ ദ പ്രോബ്ലം. അതായത് ഈ പ്രോബ്ലത്തിന് ഒരുപാട് അൽഗോരിതംസ് ഉണ്ടാവും. അൽഗോരിതം അനാലിസിസ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ അൽഗോരിതം അനാലിസിസ് എന്താണ് ഒന്നുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ. ഇറ്റ് പ്രൊവൈഡ് എ തിയററ്റിക്കൽ എസ്റ്റിമേറ്റ് ഓഫ് ദ റിസോഴ്സ് റിക്വയർഡ് ബൈ ആൻ അൽഗോരിതം. എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു അൽഗോരിതത്തിന്റെ റിസോഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മളൊരു തിയററ്റിക്കൽ എസ്റ്റിമേഷൻ ആയിരിക്കും ഇതിനകത്ത് എടുക്കുന്നത്. ടു ഡിറ്റർമൈൻ ദ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും വെച്ചിട്ടായിരിക്കും ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ടൈം കോംപ്ലക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം വേണം ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ എന്തോരം സ്പേസ് അല്ലെങ്കിൽ എന്തോരം മെമ്മറി ആവശ്യമാണ് ഈ ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ. ഇതിന് രണ്ടും എന്താണ് ഡിറ്റർമൈൻ ചെയ്യും അൽഗോരിതം അനാലിസിസ് വെച്ചിട്ട്. യൂഷ്വലി അനാലിസിസ് ഇസ് ഡൺ ഫോർ ലാർജ് ഇൻപുട്ട് സൈസ്. വലിയ ഇൻപുട്ട് സൈസ് ഉള്ള ഇതിനാണ് നമ്മൾ അൽഗോരിതം അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ. നമ്മൾ യൂസ് ചെയ്യാൻ രണ്ട് പാർട്ടാണ്. പ്രയോറി എസ്റ്റിമേറ്റ്. പ്രയോറി എസ്റ്റിമേറ്റിന് വേറെ രണ്ട് പേര് കൂടിയുണ്ട്. അതാണ് പെർഫോമൻസ് അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ട് പോസ്റ്റീരിയറി ടെസ്റ്റിംഗ്. പോസ്റ്റീരിയറി ടെസ്റ്റിംഗിന്റെ വേറൊരു പേരാണ് പെർഫോമൻസ് മെഷർമെന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റ് പാർട്ട് പ്രയോറി അനാലിസിസ്. പ്രയോറി അനാലിസിസ് ബിഫോർ റണ്ണിങ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും പ്രയോറി അനാലിസിസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ തിയററ്റിക്കൽ അനാലിസിസ്. ഇതെന്താണ്? തിയററ്റിക്കൽ ആണ്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുന്നേ അങ്ങനെയാണെങ്കിൽ ഇതൊരു തിയറി അനാലിസിസ് ആണ്. ഇറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രോഗ്രാം ലാംഗ്വേജ് കമ്പൈലർ ഹാർഡ്വെയർ. ഇത് പ്രോഗ്രാം ലാംഗ്വേജിനോ കമ്പൈലറിനോ ഹാർഡ്വെയറിനോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇവരെ ഒന്നും എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ. ഇറ്റ് ഗീവൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓഫ് പെർഫോമൻസ്. ഇത് പെർഫോമൻസിന്റെ ഒരു അപ്രോക്സിമേറ്റ്, അതായത് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ ആയിരിക്കും കിട്ടുക. ഇറ്റ് യൂസസ് ദ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. എന്താണ്? ബിഗ് ഒ, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രയോറി അനാലിസിസ്. ഈ നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ പോസ്റ്റീരിയറി അനാലിസിസ് ആണ്. പോസ്റ്റീരിയറി അനാലിസിസ് ഡൺ ആഫ്റ്റർ റണ്ണിങ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷമായിരിക്കും എന്താണ് പോസ്റ്റീരിയർ അനാലിസിസ് ചെയ്യുന്നത്. ഇതെന്നാ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ അനാലിസിസ്. അതായത് പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ട് എന്താണ് ഇത് പ്രാക്ടിക്കൽ അനാലിസിസ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പൈലർ ഹാർഡ്വെയർ. ഇതെന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയും കമ്പൈലറിനെയും ഹാർഡ്വെയറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഗീവ് ദ ആക്ച്വൽ എക്സിക്യൂഷൻ ടൈം. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആക്ച്വൽ എത്ര ടൈമാണ് വേണ്ടത് അതായിരിക്കും ഇത് കൊടുക്കുന്നത്. ഇത് ഡസ് നോട്ട് യൂസ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. ഈ നൊട്ടേഷൻസ് ഒന്നും എന്താണ് അത് യൂസ് ചെയ്യത്തില്ല. ഇനി നമ്മൾ ടൈം എഫിഷ്യൻസി എന്താന്ന് നോക്കാം. ടൈം എഫിഷ്യൻസി മീൻസ് ഹൗ ഫാസ്റ്റ് ആൻ അൽഗോരിതം റൺ. ഒരു അൽഗോരിതം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതിനാണ് അത് ടൈം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷർ ബൈ കൗണ്ടിങ് ഹൗ മെനി ടൈം ദ ബേസിക് ഓപ്പറേഷൻ ഈസ് റിപ്പീറ്റഡ്. ഒരു ബേസിക് ഓപ്പറേഷൻസ് എത്ര ടൈം റിപ്പീറ്റ് ചെയ്യണം എന്നാണ് എന്ത് മനസ്സിലാക്കുന്നത് ഈ ടൈം എഫിഷ്യൻസിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻപുട്ട് സൈസ്. ഒരു ഇൻപുട്ട് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് നടക്കുന്നത്. ഓക്കെ, മോർ റിപ്പീറ്റേഷൻസ് മോർ എക്സിക്യൂഷൻ ടൈം. ഒരുപാട് റിപ്പീറ്റേഷൻ വരുന്നത് എപ്പോഴാണ്? ഒരുപാട് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്. ഒരുപാട് ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് റിപ്പീറ്റേഷൻസ് വരുന്നതാണ്. ഓക്കെ, ഇനി റണ്ണിങ് ടൈം ഫോർമുല ടി ഓഫ് എൻ അപ്രോക്സിമേറ്റ്ലി COP into C of n. T of n എന്ന് വെച്ചാൽ റണ്ണിങ് ടൈം ഓഫ് ദ അൽഗോരിതം. ഒരു അൽഗോരിതത്തിന്റെ റണ്ണിങ് ടൈമിനാണ് T of n. COP എന്ന് വെച്ചാൽ ടൈം ടേക്കൺ ഫോർ വൺ ബേസിക് ഓപ്പറേഷൻസ്. ഒരു ബേസിക് ഓപ്പറേഷൻസിന് ടൈമിനെയാണെന്ത് COP എന്ന് പറയുന്നത്. C of n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടൈം ദ ബേസിക് ഓപ്പറേഷൻ ഈസ് എക്സിക്യൂട്ടഡ്. ഓക്കെ, ബേസിക് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസിനാണ് C of n എന്ന് പറയുന്നത്. n എന്ന് വെച്ചാൽ ഇൻപുട്ട് സൈസ് ആണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ലൂപ്പ് റൺ 10 ടൈംസ്. അതായത് ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, i പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്നാ ആ ലൂപ്പ് 10 തവണയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 10 തവണ എക്സിക്യൂട്ട് ചെയ്യുന്നൊക്കെ ബേസിക് ഓപ്പറേഷൻസ് ഒരു നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 10 തവണ എക്സിക്യൂട്ട്. അപ്പോൾ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ 10. സോ ദ റണ്ണിങ് ടൈം ഡിപ്പെൻഡിങ് on these 10 execution time. അപ്പോൾ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ 10 ആണ്. അപ്പോൾ എക്സിക്യൂഷൻ ടൈമും എന്താണ് 10 ആണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കുക.